ഹായ്, ഇന്നത്തിൻ്റെ ഈ ഒരു യാത്ര KSRTCയിൽ ഞാൻ വയനാട്ടിൽ ചൂരൽമലയിലേക്കാണ്. അവിടെ എനിക്ക് ഡ്യൂട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ KSRTCയിൽ ഉള്ളൊരു യാത്രയാണ്. മലപ്പുറത്ത് നിന്ന് ഒരു 7 മണിക്ക് ഞാൻ പുറപ്പെട്ടതാണ്. വയനാട്ടിലെത്തുമ്പം ഒരു 10 മണിയായിട്ടുണ്ട്. അപ്പോൾ സാധാരണ എനിക്ക് ഈ ഒരു ചുരത്തുനിന്നുള്ള ഈ ഒരു പ്രകൃതി ഭംഗിനെ സത്യത്തിൽ ആസ്വദിക്കാൻ പറ്റലില്ല. എൻ്റെ ഉമ്മാൻ്റെ വീട് വയനാട്ടിലാണ്. ചെറുപ്പം തൊട്ടേ ഈ ഒരു ചുരത്തിലൂടെ യാത്ര ചെയ്യണതാണെങ്കിൽ പോലും ഇതൊന്നും അത്ര കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റലില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു KSRTCയിൽ വന്നത് കാരണം ഇതൊക്കെ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയെന്നുള്ള. പിന്നെ അതിരാവിലുള്ളൊരു യാത്ര ആയതുകൊണ്ട് വെയിലോ ഒന്നുമില്ല, നന്നായിട്ട് ഞാനത് എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 10 മണിക്ക് കൽപ്പറ്റെത്തി. അവിടെ മാമൻ്റെ മരുമകൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മാൻ്റെ വീട്ടിൽ പോയി യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ അവിടെ പോണത്, ചുരൽമല പോണത്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ജ്യേഷ്ഠത്തി ഉണ്ട്, മാമൻ്റെ മരുമകളുണ്ട്, ജ്യേഷ്ഠത്തിൻ്റെ മോളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നുള്ള വീഡിയോസുകളും കാര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ എടുത്തിട്ടില്ല. കാരണം നമ്മളെ ഒരു ഉദ്ദേശം അതല്ലല്ലോ. അപ്പോൾ ആ കുട്ടികൾ നല്ല എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ മുന്നേ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ 2 ഡ്യൂട്ടിയാണ്, ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ളതും അതുപോലെ HSൻ്റെ സ്റ്റേറ്റ് ഓർഗനൈസിങ് കമ്മീഷൻ എന്നുള്ള ഡ്യൂട്ടിയും 2 കൂടെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവിടെയുള്ള ആളുകളുടെ അടുത്തൊക്കെ വിവരങ്ങളൊക്കെ ചോദിച്ചു, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചൂരൽമലയിൽ ദുരന്തം നടന്ന ഒരു സ്ഥലം, അതിൻ്റെ ഒരു പ്രസൻറ്റ് കണ്ടീഷനാണിത്. ഈ ഒരു വീഡിയോ എൻ്റെ മാമന് എടുത്തു തന്നതാണ്. അപ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനാണിത്. ഇപ്പോൾ തെരച്ചിലും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഈ ഒരു പാലം എനിക്കറിയാമല്ലോ, ആ ഒരു സ്കൂളാണിത്. പാലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഒരു ഗ്രാമമാണ് ഇത്. നമുക്കറിയാം ഇവിടെ നിറയെ വീടുകളും ആളുകളും ഒക്കെ ഉണ്ടായിരുന്നൊരു സ്ഥലം. അതിൻ്റെ ആ ഒരു ഇപ്പോഴത്തെ ഒരു രൂപം എങ്ങനെയാണ് എന്നുള്ളത് പടച്ച റബ്ബ് ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഈ ഒരു നാടിനെ തന്നെ അങ്ങോട്ട് നശിപ്പിച്ച് കളഞ്ഞത് എന്നുള്ളതാണ്. ഇത് ഇവിടേക്ക് വരുന്നൊരു റോഡാണ് എന്നൊന്നും നമുക്ക് മനസ്സിലാവണില്ല. അത് കണ്ടോ, നിറയെ പാറകളും ആ ഒരു ഉരുൾ പൊട്ടിയതിൻ്റെ അവശിഷ്ടങ്ങളാണ് കാണുന്നത്. ബാക്കിയൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട്. ഇവിടെ ഒരു വീടുകൾ ഉണ്ടായിരുന്നു എന്നോ അതല്ലെങ്കിൽ ഇതൊരു ഗ്രാമമാണ് എന്നുള്ളതൊന്നും ഇപ്പോൾ നമുക്ക് കണ്ടാൽ പോലും മനസ്സിലാവില്ല. ആ ഒരു കോലത്തിലായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഉരുളൻ കല്ലുകൾ കണ്ടില്ലേ, ഒന്നായിട്ട് ആ നാടിനെ തന്നെ അത് തള്ളിക്കളഞ്ഞു എന്ന് തന്നെ പറയലേ. അപ്പോൾ ആ ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ. നമുക്ക് ഒരുപാട് ആളുകൾക്ക് നമുക്കറിയാം, ഇപ്പോൾ എല്ലാവരും ഈ ഒരു JCBയും അതുപോലെ തന്നെ മലകളും തുറന്നിട്ടും ഇതാക്കിയിട്ടും എല്ലാ സ്ഥലങ്ങളും ഇടിച്ചാണ് നിരത്തുകയാണ്, പ്രകൃതിനെ കൊന്നു കളയാണ്. അവിടെ നമുക്ക് അതിനുള്ളൊരു പടച്ചറബിൻ്റെ അടുത്തു നിന്നുള്ളൊരു പരീക്ഷണമാണിത്. പ്രകൃതിനെ നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആളുകൾ നമ്മളെ ജീവിതത്തിന് വേണ്ടിയിട്ട്, നമ്മളെ ജീവന് വേണ്ടിയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് പടച്ചോന് മലകളും മരങ്ങളും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രകൃതിനെ നമുക്ക് ഭംഗിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളതിനൊക്കെ നശിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ വരുന്നത് വൈത്തിരി ജ്യേഷ്ഠത്തിൻ്റെ മോളെടുത്താണ്. അവിടെ വന്ന് അവരുടെ മക്കളുടെ അടുത്തൊക്കെ സംസാരിച്ച്, അവരുടെ മക്കളാണ് വാദ്യം വെച്ചും ആമിക്കുട്ടിയാണ്. അപ്പോൾ അവിടെ വന്ന് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കുട്ടികളുടെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ ചുറ്റിലും ഞാൻ ഇറങ്ങി നോക്കിയപ്പോഴും കാണാൻ പറ്റുന്നത് അതന്നെ, അവരെ ചുറ്റിലും തേയിലത്തോട്ടങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതും ചെറിയ കുന്നുകളും മലകളൊക്കെ ആയിട്ട് തേയിലത്തോട്ടങ്ങൾ, അതിൻ്റെ ഒരു ഇതിലും നമുക്ക് കാണാൻ പറ്റും. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അതും എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെയും നിരത്തിയിട്ട് റിസോർട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ശരിക്കും ഇവർക്കും പേടിച്ച് തന്നെ ഇവിടെ ഒരു രാത്രി പോലും ഇവർക്കും സമാധാനത്തോടു കൂടി ഇനി ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഇവരെ ചുറ്റിലും മലകൾ കണ്ടോ, ഇങ്ങനെ നിരത്തി റിസോർട്ടുകൾ വരാൻ പോവുകയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവിടെ റിസോർട്ടിലൊക്കെ പോയിട്ട് ആസ്വദിക്കാനും, നമ്മൾ പ്രകൃതി ആസ്വദിക്കാനാണ് പോകുന്നത്. പക്ഷേ അവിടെ നമ്മളെ ജീവനെ പോലും അപകടപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെന്ത് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ എൻ്റെ പുതിയ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ.